കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദിലീപിന്റെ അനിയത്തെ പോലെ സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ സ്വന്തം ജീവൻ നൽകിയാണെങ്കിലും അവളെ സംരക്ഷിക്കണമായിരുന്നു. ആത്മാഭിമാനമുള്ള ആണുങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇയാളുടെ പോക്കിത് എങ്ങോട്ടാ അമ്മേ? മകനായി പോയതുകൊണ്ടാ ജയലാൽ ഞാൻ ഒരുപാട് നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ അവന്റെ സംസാരത്തിന് തല്ലിട്ട് ഞാൻ മറുപടി പറയുള്ളൂ. ദീപയെ തിരിച്ചുകൊണ്ട് നിർത്തുന്നതിന്റെ ദേഷ്യം അയാൾ കാണിക്കുന്നത്. സാരമില്ല അമ്മേ, ദീപ ഇവിടെ വന്നു നിന്നാലും അത് അധികം നാൾ തുടരില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കും. അതുവരെ രണ്ടു കൂട്ടരുടെയും നല്ലതിനു വേണ്ടി ഇത്തിരി നാള് അയാൾ ഇവിടെ നിർത്തിയേ പറ്റൂ. എത്രത്തോളം വേദനിച്ചിട്ടാ ലാലേട്ടൻ പോയെന്ന് അമ്മയ്ക്കറിയോ? അച്ഛനേക്കാളും മുകളിലോട്ട് പോവാ മോൻ. ഒന്ന് നിയന്ത്രിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് അധിക നാള് മോനെ കാണാനൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ ഇവിടുത്തെ ജീവിതം എന്റെ ഏട്ടനെ മടുത്തു തുടങ്ങി. അച്ഛാ, വാ മോനെ, ഇരിക്ക്. എന്തു പറ്റി മോനെ? കല്യാണം കഴിപ്പിച്ച് ഓരോന്നിനെ പറഞ്ഞു വിടും. എന്നിട്ട് തിരികെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയും. അളിയന്റെ അമ്മ പുറത്തിറങ്ങാൻ പോവുക. അതിനുമുമ്പ് ദീപ വീട്ടിൽ വന്ന് നിൽക്കണമെന്നാ എല്ലാവരുടെയും ആഗ്രഹം. അവനും അങ്ങനെ തന്നെയാണോ പറയുന്നത്? ആ ജയലാല്? അതെ. ഞാൻ പറഞ്ഞില്ലടാ, നട്ടല്ലില്ലാത്തവനാ അവനെന്ന്. അവൻ അവളെ വേണമായിരുന്നു. ഇപ്പൊ ജീവിതം തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായില്ലേ? ഇനിയിപ്പോ ആ പഴയ സ്നേഹമൊക്കെ കുറഞ്ഞു കാണും. എടാ, അവളെ തിരികെ കൊണ്ടിട്ട് ആർക്കാ നഷ്ടം? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാരോടും ഒന്നിച്ചു നിൽക്കുക. അവനെ കണ്ടായിരുന്നോ? വായില് വേറെ പറഞ്ഞേ, ജയലാലിനെ. കണ്ടു. മുഖത്ത് നോക്കി പറയാനുള്ളത് പറയുകയും ചെയ്തു. ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. അവനെ ഒരു തന്ത്രശാലിയായ ചെറുപ്പക്കാരനാ. സ്വന്തം അമ്മയുടെ പേര് പറഞ്ഞിട്ട് അവൻ സാവകാശം ദീപയെ ഒഴിവാക്കാനാ നോക്കുന്നത്. എനിക്കും അങ്ങനെ തോന്നി. എന്നിട്ട് എല്ലാരും കൂടെ അവന്റെ പക്ഷത്ത് നിൽക്കുക. മോനെ, നിന്റെ പെങ്ങൾക്കുണ്ടായ അനുഭവം പക്കാ ക്രിമിനലായ ജയലാലിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മാർഗേ മുന്നിലുള്ളൂ: ഒഴിവാക്കുക. ദീപയെ ഒഴിവാക്കിയിട്ട് അമ്മയുടെ പ്രീതി സമ്പാദിക്കുക. അതിനെ അവനിപ്പോ തുടക്കോട്ടതാ. ഇപ്പൊ ദീപയെ അവിടെ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഇടയ്ക്കും മുറയ്ക്കും അവളെ അവിടെ വന്ന് കാണും, അവന്റെ അമ്മ അറിയാതെ. പിന്നെ വരവും കുറയും. ചുരുക്കി പറഞ്ഞ കൊടുത്ത 101 പവനും 10-25 ലക്ഷം രൂപയും പോയത് മാത്രം മിച്ചം. അയാളങ്ങനെ ക്രൂക്കഡായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്നാ എന്റെ അമ്മയുൾപ്പെടെ എല്ലാവരും അയാളെ കാണുന്നത് ദൈവത്തെ പോലെയാ. മരുമാനെ കുറിച്ച് പറയുമ്പോ അമ്മയുടെ മുഖത്ത് സന്തോഷമൊക്കെ ഒന്ന് കാണണം. അവള് തന്നെയാ അവളുടെ പെമ്മക്കളുടെ ജീവിതം നശിപ്പിക്കുന്നത്. അത് പക്ഷെ ഒരിക്കലും അവൾ അംഗീകരിച്ചു തരില്ല. കിട്ടിയ 101 പവന് 25 ലക്ഷം സ്വന്തമാക്കിയിട്ട് ദീപയെ തള്ളിക്കളയാനാണ് ജയലാലിന്റെ ഭാവവും. മോനെ, മോനെ നമുക്ക് കോടതി കയറ്റണം. പക്ഷേ അതിന് നിന്റെ അമ്മയും പെങ്ങളും എനിക്കൊപ്പം നിൽക്കണമെന്ന് മാത്രം. സ്നേഹം കൊണ്ട് എല്ലാരും കീഴ്പ്പെടുത്തുന്നൊരുത്തിനെതിരെ അവരൊക്കെ നിൽക്കുമെന്ന് കണ്ടറിയണം. എന്നെക്കാൾ സ്നേഹമാ ഇപ്പൊ അമ്മയ്ക്ക് അവനോട്. നിനക്കും അങ്ങനെ തോന്നി തുടങ്ങിയല്ലേ മോനെ? ഇത് തന്നെയായിരുന്നു അച്ഛന്റെയും പ്രശ്നം. വീട്ടിലെത്തുന്ന ഭർത്താവിനോടല്ല, കൂടെ ജോലി ചെയ്യുന്നവരോട്, അയൽക്കാരോട്, പിന്നെ ആ ഡോക്ടർ ഇക്ബാൽ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവരോടൊക്കെയാണ് ഇവളുടെ ടെൻഷൻ പങ്കുവച്ചിരുന്നത്. എന്നിട്ട് എത്ര വർഷം ഞാൻ പിടിച്ചു നിന്നറിയോ? ഞാൻ അച്ഛന്റെ അടുത്ത് എത്തുമ്പോ കിട്ടുന്ന ആശ്വാസം എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല അച്ഛാ. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും നിന്നോട് പറയുന്നേ ഇവിടെ വന്ന് നിൽക്കെന്ന്. നിന്റെ മുന്നോട്ടുള്ള പോക്കിനും നല്ല ഭാവിക്കും അതാണ് നല്ലത്. ഏതായാലും മരുമോൻ അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് എനിക്ക് അവിടെ വരെ ഒന്ന് വരണം. എന്നിട്ട് നിന്റെ അമ്മയും പെങ്ങന്മാരെയൊക്കെ എനിക്കൊന്ന് കാണണം.
അച്ഛൻ സംസാരിച്ചോ, ഞാനും കൂടെയുണ്ട്. എന്നാ ഞാൻ റെഡി ആയിട്ട് വരാം. മോൻ പോയി അച്ഛനെ കൂട്ടിക്കൊണ്ട് വരുവാണെന്ന് തോന്നുന്നു. എന്താ ഒരുത്തിക്ക് കൊടുത്തൊക്കെ നഷ്ടമായി പോയല്ലേ? ഞാനും കൊടുത്തിരുന്നു 10 ലക്ഷം. അത് ചോദിക്കാനാണോ വന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എടുക്കുമ്പോ നല്ലൊരു വീട് എടുക്കണമെന്ന്. ഇവിടെ വന്ന് അവൾക്ക് താമസിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഡോക്ടറായ എന്റെ മോനും ഈ വീട് തീരെ പിടിച്ചില്ല. പിടിച്ചില്ലെങ്കിൽ നല്ല വീടെടുത്ത് മാറി താമസിച്ചോട്ടെ. ഇവിടെ താമസിക്കണമെന്ന് ആര് പറഞ്ഞു? ഇവളുടെ ഈ അഹങ്കാരം സഹിക്കാൻ പറ്റാത്ത. ഒരുപാട് ടെൻഷന്റെ നടുവില ദീപയുടെ കല്യാണം കഴിഞ്ഞത്. 101 പവനൊക്കെ കൊടുത്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടണമെന്ന് അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവസാനം എല്ലാം കഴിഞ്ഞപ്പോ വീടും വിറ്റു. എന്നിട്ട് അവൾ ഇവിടെ വന്ന് നിൽക്കാന്ന് പറഞ്ഞാ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതൊക്കെ നമ്മൾ സംസാരിച്ച് നേരത്തെ ധാരണയായ കാര്യങ്ങളല്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങേരും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അതെ, ഇവൻ എന്നെയും കൂട്ടി വന്നതല്ല. എല്ലാം അറിഞ്ഞപ്പോ ഞാൻ ഇവന്റെ കൂടെ വന്നതാ. അച്ഛനെയും കൂട്ടി മോൻ വന്നു കഴിഞ്ഞാ ഈ പ്രശ്നത്തിന് പരിഹാരം ആവോ? ഞങ്ങള് പറഞ്ഞു കഴിഞ്ഞു ഇനി അച്ഛനെ കാണണ്ടാന്ന്. കാരണം വന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വഴക്കിടാനും വിമർശിക്കാനുമാണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ അച്ഛന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഞങ്ങൾക്ക് സമയമില്ല. കൊള്ളാം മോളെ, കൊള്ളാം. ഡാ, ഇവിടെ ഒരുപാട് തിരക്കുള്ള കൂട്ടത്തിലാ. നാളെ കറുത്ത കോട്ടിടും. പിന്നെ അമ്മ എനിക്കെതിരെ വാദിച്ചതുപോലെ കോടതിയിൽ അച്ഛനെ മോള് മുട്ടുകുത്തിക്കും. അതൊക്കെ ചിലപ്പോ സംഭവിച്ചെന്ന് വരും. എന്തായാലും കാലണയ്ക്ക് വേണ്ടി എന്റെ മോള് കള്ളക്കേസ് പറയില്ല. ഒരുത്തന്റെയും കണ്ണീര് കാണാനും ശ്രമിക്കില്ല. ഏതായാലും 2 പെമ്മക്കളും നിന്റെ ചിറകിന്റെ അടിയിൽ ഒളിച്ചിരിക്കുക. എന്നാ പിന്നെ ഞാൻ എന്റെ മോനെ അങ്ങോട്ട് കൊണ്ടുപോട്ടെ. മോന് പോണോ ഇങ്ങേരുടെ കൂടെ? അങ്ങനെ പോണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വീട്ടിലെ രീതികൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് എന്താ ഇഷ്ടപ്പെടാത്തത്? കല്യാണം കഴിഞ്ഞു പോയ ഒരുത്തി ഇവിടെ വന്ന് നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നാ പറഞ്ഞത്. അതിനിപ്പോ എന്ത് വേണം? അച്ഛനെ കൊണ്ടൊരു കേസ് ഫയൽ ചെയ്യിപ്പിക്കണം. എന്നിട്ട് അളിയനെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരണം. എടാ, ഇന്നത്തെ കാലത്ത് അങ്ങനെ പെൺകുട്ടികളെ പെട്ടെന്നൊന്നും വീട്ടിൽ തിരികെ കൊണ്ടുവിടാൻ പറ്റില്ല. അതിനെ ആ ജയലാല് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് മാത്രമല്ല മാസാമാസം ചെലവിനും കൊടുക്കണം. അറിയോ? അങ്ങനെ എന്റെ മരുമോനെതിരെ ഞാൻ കേസ് പറയില്ല. അങ്ങനെ എന്നേക്കുമായി ദീപ് ഇവിടെ കൊണ്ടുവിടല്ല ജയലാല് ചെയ്യുന്നത്. അയാളുടെ സാഹചര്യം മോശമായതുകൊണ്ട് മോളെ ഒന്ന് മാറ്റി നിർത്തുന്നു, അത്രേ ഉള്ളൂ. മാറ്റി നിർത്തുന്ന മോള് സ്ഥിരമായിട്ട് ഇവിടെ നിന്നാലോ? അന്തസ്സായിട്ട് ഞാൻ നോക്കും, സ്നേഹത്തിന് ഒരു കുറവും വരുത്താതെ. ഇനി ഇവളുടെ കല്യാണം കഴിയാനുണ്ട്. ഞാൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് വരും. ആ സമയത്തൊക്കെ ഒരു ബാധ്യതയായിട്ട് നിന്നാ അത് ഞങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കാൻ പോകുന്നത്. ഞങ്ങളുടെന്ന് പറയണ്ട, ഏട്ടന്റെ ഫ്യൂച്ചർ എന്ന് പറയും. ഏട്ടൻ കെട്ടിക്കൊണ്ടുവരുന്നയാളെ ഇവിടെ താമസിപ്പിക്കണ്ട. എന്നാ പിന്നെ ഇപ്പോഴേ അങ്ങ് മാറിയേക്ക് മോനെ. എന്റെ കുഞ്ഞിന് ബ്രെയിൻ വാഷ് ചെയ്ത് എനിക്കെതിരെ തിരിക്കുകയാണല്ലേ? ഏട്ടോടെ മോനെ ഈ പറയുന്നേ. ഞാൻ എന്തെങ്കിലും നിന്റെ അടുത്ത് വരുന്നുണ്ടോ? ഇവനാണ് എന്നെ കാണാൻ വരുന്നേ, അവന്റെ വിഷമങ്ങളൊക്കെ പറയാൻ. ഇവൻ പഠിക്കുന്ന സമയത്ത് ഇവന്റെ വിഷമങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാസാമാസം ഒരു തുക ഇവന് വേണ്ടി ഞാൻ മാറ്റി വെക്കുമ്പോ നിങ്ങൾ ഒരു കാലണ മാറ്റി വെച്ചിട്ടുണ്ടോ? ഓ, തുടങ്ങി ത്യാഗത്തിന്റെ കെട്ടങ്ങ് അഴിക്ക്. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി എനിക്കൊന്നും പറയാനില്ല മോനെ. നിന്റെ അമ്മയും അനിയത്തിയും ഈ ജന്മം നന്നാവാൻ പോകുന്നില്ല. ഇവൾക്ക് ഇവളുടേതായ ചിട്ടകളും രീതികളും ഉണ്ട്. അതിനനുസരിച്ച് മാത്രമേ അവര് മുന്നോട്ട് പോകൂ. ഒരു കാര്യം ഞാൻ പറയാം, ഇവളുടെ ആജ്ഞകൾ കേട്ടും അനുസരിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിന്റെ അനിയത്തിമാരുടെ ജീവിതം ഏതാണ്ട് നാശത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആ പാതയിലേക്ക് നീയും വീണ് പോയേക്കരുത്.
നീ പറയുന്ന പോലെ നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. കഷ്ടപ്പെട്ട് ഡോക്ടറായത് അത് തൊലയ്ക്കാനല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. മകൻ ഡോക്ടറായി കഴിഞ്ഞു വരുമ്പോ ജീവിതം അടിച്ചു പൊളിക്കാമെന്നായിരുന്നു ഇവളുടെ ധാരണ. എന്ന് വെച്ച മക്കളെ പഠിപ്പിക്കുന്നത് ഇവക്ക് സുഖിക്കാനാണെന്ന് നേരത്തെ തന്നെ ഇവള് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജോലി കളഞ്ഞിട്ട് നിൽക്കുന്ന വില്ലേജ് ഓഫീസർക്ക് ഇനി നീ സ്ത്രീധനമായിട്ട് കൊണ്ടുവരുന്ന കോടികൾ കൊടുത്തിട്ട് വേണം ഈ ഒരുമ്പെട്ടവളെ കെട്ടിക്കാൻ, പുതിയൊരു വീട് വെക്കാൻ. എന്നിട്ട് അതിന്റെ ബലത്തിൽ 4 ആളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് അവൾക്ക് അങ്ങ് നിക്കണം. അങ്ങനെ മക്കളെ കൊണ്ട് ജീവിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ മനസ്സിലിരിപ്പ് അത് തന്നെയാ. അത് ഏതാണ്ട് എന്റെ മോന് മനസ്സിലായിട്ടുണ്ട്. കണ്ണട പോണേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അപ്പപ്പോ അങ്ങേരോട് പോയി പറയുന്നുണ്ടല്ലേ? ഇവിടെയുള്ളവർ എന്റെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എന്റെ മനസ്സിലുള്ളത് പറയാനും എന്റെ വേദനകൾ പങ്കുവെക്കാനും അച്ഛന്റെ അരികിലേക്ക് പോകുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാസാമാസം യാതൊരു ഉളുപ്പുമില്ലാതെ വലിയൊരു തുക ആവശ്യപ്പെടുമ്പോഴൊക്കെ കടം വാങ്ങിച്ചിട്ടായാലും ലോൺ എടുത്തിട്ടായാലും ഓടി നടന്ന് പൈസ കണ്ടെത്തി ഇയാൾക്ക് അയച്ചു തന്നിരുന്നത് അമ്മയാ. എന്നിട്ടിപ്പോ മക്കൾ എങ്ങനെ പഠിക്കുന്നു ജീവിക്കുന്നു എന്ന് പോലും നോക്കാത്ത ഒരു അച്ഛനൊപ്പം നിന്ന് അമ്മയെ കൊച്ചാക്കുവാണല്ലേ? പഠിപ്പിച്ച കണക്കുകളൊന്നും പറയണ്ട. അത് ഒരുപാട് കേട്ട് തഴമ്പിച്ചതാ. ഞാൻ പറഞ്ഞല്ലോ, രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അച്ഛനമ്മമാരുടെ കഷ്ടപ്പാട് എല്ലാ മക്കളുടെയും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കും, അവരുടെ മരണം വരെ. പെൺകുട്ടികളെ കല്യാണം കഴിച്ചു പോകുമ്പോ ഭർത്താവുമായിട്ട് പലപ്പോഴും വഴക്കുണ്ടാകുന്നത് സ്വന്തം അച്ഛനമ്മമാരുടെ കാര്യം പറഞ്ഞ. അതാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാ. അവർക്ക് ഓർമ്മയായ നാൾ മുതൽ അവരുടെ എല്ലാ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അറിഞ്ഞു ജീവിക്കുന്ന പാരന്റ്സിന് ആരും തള്ളി പറയാറില്ല. എന്നാ മക്കളെ അവഗണിക്കുന്ന അച്ഛനമ്മമാരെ അതുപോലെ മക്കളെ വെറുക്കുകയും ചെയ്യും. ഇപ്പൊ ഇയാള് പറഞ്ഞല്ലോ, മക്കളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ മാതാപിതാക്കളുടെ കടമയാണെന്ന്. ആ കടമ ചെയ്യാത്ത ഒരു അച്ഛനെയാ ഇപ്പൊ ഇയാള് സപ്പോർട്ട് ചെയ്തത്. എന്റെ അമ്മയെയും നിന്നെയും പോലുള്ളവർക്ക് ഭർത്താവെന്ന് പറയുന്നത് ചില ചടങ്ങുകൾ വരുമ്പോ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ്. നാളെ എന്റെ കല്യാണം വന്നാലും നിന്റെ കല്യാണം വന്നാലും അമ്മ ആഗ്രഹിക്കും അച്ഛനെന്നൊരാൾ അവിടെ വേണമെന്ന്. അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം തന്നെ നിലനിർത്തിയിരിക്കുകയാണെന്ന് തോന്നുമ്പോ ആണുങ്ങൾ ഒരു വേർപിരിയലിനെ പറ്റി ചിന്തിക്കും. അതാ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നിട്ടും ഡിവോഴ്സ് ആവുന്നില്ല, അച്ഛൻ മാറി താമസിക്കുക ചെയ്തത്. അങ്ങനെ മാറി താമസിച്ച ആളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ വിളിച്ചിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരുന്നത് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാ. എന്നെ ഒരിക്കലും അച്ഛൻ വെറുത്തിട്ടില്ല. അതുപോലെ തന്നെ അമ്മ എനിക്ക് പണം തന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് എന്നെ വിളിച്ച് അന്വേഷിക്കുകയും ചെറിയ തോതിലെങ്കിലും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അച്ഛൻ. എപ്പോഴാ സഹായിച്ചത്? അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. ഇപ്പോഴും അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോ നല്ല ട്രീറ്റാ എനിക്ക് കിട്ടുന്നത്. അത് ഇവിടെ വന്ന് പറയാൻ പാടില്ല. പറഞ്ഞാ അമ്മയുടെ രക്തം തിളയ്ക്കും. ഇയാളെ പോലുള്ള മക്കളുണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരു അമ്മയുടെ ദുരന്തം. ഇപ്പോഴും അമ്മ ഒരുപക്ഷെ ചേച്ചിയുടെ ജീവിതത്തെക്കാൾ വേദനയോടെ കാണുന്നത് മൂത്ത മോന്റെ ഈ മാറ്റമായിരിക്കും. എനിക്കൊരു മാറ്റവും ഇല്ല. അമ്മ ചിന്തിക്കുന്നത് പോലെ അമ്മയ്ക്ക് നാളെ ഞാൻ തന്നെ തണലാവും. നിന്റെ കെട്ടുകഴിഞ്ഞാ പിന്നെ അമ്മയെ നോക്കുന്നത് ഞാനായിരിക്കും. പിന്നെ അതിന്റെ കൂടെ കല്യാണം കഴിച്ചു വിട്ടവളെ നോക്കാൻ എനിക്ക് മനസ്സിലെന്നേ പറഞ്ഞോളൂ. എന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി വരുമ്പോ കെട്ടുതാലി ഇട്ടോണ്ട് വേറൊരു പെണ്ണ് ഇവിടെ നിൽക്കുന്നത് ചിലപ്പോ അവക്ക് സൂചിച്ചെന്ന് വരില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾ പലപ്പോഴും ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാ. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ അംഗങ്ങൾ കൂടുന്നത് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് കല്യാണം കഴിയുന്നതോടെ അംഗസംഖ്യ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിലേ ഡോക്ടറല്ലേ?
കൊല്ലാനുള്ള ഇഞ്ചക്ഷൻ കാണുമല്ലോ, അങ്ങ് കൊന്നാ മതി. അപ്പൊ പിന്നെ ഭാര്യയായിട്ട് ഒരുമിച്ച് ജീവിക്കാലോ. അച്ഛന്റെ മോനെന്ന് പലരും പറഞ്ഞത് സത്യവാ. അച്ഛനേക്കാൾ ഒരു പടി മുകളിലാണോ മകനെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഇവിടെ നിന്ന് MBBSന് അഡ്മിഷൻ കിട്ടിപ്പോയപ്പോഴുള്ള ആളല്ല ഓരോ അവധിക്കും തിരികെ വന്നുകൊണ്ടിരുന്നത്. പണച്ചാക്കുകൾക്കൊപ്പം കൂടി സ്വഭാവം മാറി. അച്ഛന്റെ സ്വാർത്ഥത അതേപോലെ തന്നെ മനസ്സിലങ്ങ് വേരുറച്ചു. ഇനി ഇയാളെ തിരുത്താൻ പറ്റില്ല. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, അച്ഛനെ സപ്പോർട്ട് ചെയ്ത് അമ്മ ഒരിക്കലും കരയിക്കരുത്. നമ്മൾ മക്കൾ അച്ഛനൊപ്പം നിൽക്കുന്നതാണ് അമ്മയുടെ ഏറ്റവും വലിയ വേദന. കാരണം മക്കളുടെ സ്നേഹം അനുഭവിക്കാനുള്ള അർഹത നമ്മുടെ അച്ഛനില്ല. ആ ചിന്ത ഇയാളുടെ മനസ്സിൽ വേണം. അമ്മമാര് മക്കളെ വളർത്തുന്നത് അവരുടെ ഭാവി ഇല്ലാതാക്കാനാണോ, അതോ അവര് നന്നായി കുടുംബമായിട്ട് ജീവിക്കുന്നത് കാണാനാണോ? നമ്മുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആൺമക്കളുടെ ജീവിതമൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമല്ല. അമ്മ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നുമില്ല. ആൺമക്കളുടെ ജീവിതകാലം മുഴുവൻ അമ്മയെ മാത്രം സ്നേഹിക്കണം. അവരെ വിശ്വസിച്ച് അവരോടൊപ്പം വന്ന പെൺകുട്ടികളെ തള്ളിക്കളഞ്ഞിട്ട് അമ്മയെ ചേർത്ത് നിർത്തണം. അമ്മയെ ചേർത്ത് നിർത്താൻ നമ്മൾ തയ്യാറാണല്ലോ ജയ. കൂടെ ഭാര്യയ്ക്ക് വീടിനകത്ത് ഒരു ഇത്തിരിയെങ്കിലും സ്ഥാനം കൊടുക്കണ്ടേ? ഇനി ഒട്ടും സ്ഥാനം കൊടുക്കില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ദീപയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ. ഇവിടെ എങ്ങനെ എടുത്തി കൊണ്ടുവന്ന് നിർത്തുന്നത്? ഇത് എന്റെ വീടാ. എനിക്കും എന്റെ അമ്മയ്ക്കും ഹരിയേട്ടനും ദീപ ഇവിടെ വന്ന് നിൽക്കുന്നതിലോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടാ മതി. ഇവിടെ ദീപയെ കൊണ്ടുവന്ന് നിർത്തുന്നത് ഏട്ടനും ഏട്ടത്തെയും കൂടി അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് അമ്മ വിധി എഴുതും. അങ്ങനെ വിധി എഴുതുന്നെങ്കിൽ എഴുതിക്കോട്ടെ. ഞങ്ങളെ തള്ളിക്കളഞ്ഞതല്ലേ, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അമ്മ എന്തിനാ നോക്കുന്നേ? അതെ ജയ, കുറച്ചെങ്കിലും നമ്മൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണ്ടേ? ഞാൻ ദീപയോടൊന്ന് സംസാരിക്കാം. അവള് സ്വന്തം വീട്ടിലേക്ക് പോവാന്നാ പറയുന്നേ. ഇതൊക്കെ കാണുമ്പോ നിങ്ങളുടെ അമ്മ ജയിലിൽ തന്നെ കിടന്നാ മതിയെന്ന് തോന്നുക. കൂടെ കിടക്കുന്ന ജയിൽ പുള്ളികൾക്ക് പോലും കാണും ഇതിനേക്കാൾ മനുഷ്യത്വം. അവര് മക്കളുടെ ജീവിതം ഇങ്ങനെ ഒരു കാരണവശാലും നശിപ്പിക്കില്ല. നമ്മുടെ അളിയൻ പ്രേമൻ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരുത്തൻ അല്ലാതായി പോയല്ലോ ഏട്ടാ. അവന് ഒന്ന് കൂടെ നിന്നിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. നീ ബന്ധം പിരിഞ്ഞ് എന്നും കറവ പശുവായിട്ട് നിൽക്കണമെന്ന അവന്റെ ഭാര്യയുടെ ആഗ്രഹം. നിന്റെ അമ്മയും ഏറെക്കുറെ അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നത്. ഇളയ മോളുടെ കല്യാണം ഗംഭീരമായി നടത്തണം, എന്നിട്ട് നിന്റെ ചെലവിൽ ഈ ജന്മം മുഴുവൻ ജീവിക്കണം. എല്ലാവർക്കും ഞാൻ ചെലവിന് കൊടുക്കാൻ ഏട്ടത്തി. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കാം. പക്ഷെ അതിനിടയ്ക്ക് എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് അവർക്കൊന്ന് ചിന്തിച്ചൂടെ? എന്നെ എന്റെ ഭാര്യയും ജീവിക്കാനെന്ന് അനുവദിച്ചൂടെ? മനസ്സ് മരവിച്ചുപോയി. കല്യാണം വേണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് വിളിച്ചോണ്ട് വരണ്ടായിരുന്നു. ആ പറ്റിപ്പോയി. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ജയ, നീ ദീപയൊന്ന് പ്രഷർ ചെലുത്തി നോക്ക്. ഇവിടെ വന്ന് നിൽക്കാൻ ചെറിയൊരു മനസ്സ് കാണിച്ച ഉടനെ തന്നെ ഇവിടെ കൊണ്ട് നിർത്തണം. ഞങ്ങള് ഞങ്ങളുടെ സ്വന്തം അനിയത്തെ പോലെ നോക്കിക്കോളാം. ശരിയേട്ടാ, ഞാൻ ഇറങ്ങട്ടെ. അവനാകെ തീ പിടിച്ച് നടക്കുക. മക്കൾക്ക് ജീവിക്കണമെങ്കിൽ അമ്മയുടെ മരണം കാത്തിരിക്കണം. അതാ ഹരിയേട്ടന്റെ വീട്ടിലെ അവസ്ഥ. അതെ ഹരിയേട്ട, അമ്മ ആയുസോടെ ഇരിക്കുന്ന കാലത്തോളം ആ വീട്ടില് സ്വസ്ഥതയുണ്ടാവില്ല. നമ്മൾ അവിടുന്ന് മാറിയതുകൊണ്ട് നമുക്കൊരു ജീവിതം ഉണ്ടായി. എന്നാ ജയന്റെ ലൈഫ് ഏതാണ്ട് തീർന്നു വേണം പറയാൻ.
അതാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആലോചിക്കാൻ ഒരുപാടുണ്ടല്ലോ അല്ലേ? അവളിവിടെ വന്നിരുന്നു. ആര്? ആ രചന. എന്നിട്ട് പൊടിപ്പും തൊങ്ങലും വെച്ച് ഓരോന്ന് പറഞ്ഞു. അവളെ ആട്ടി ഓടിക്കാൻ പാടില്ലായിരുന്നോ? ഇവിടെ ഉള്ളവർ അവൾക്കൊപ്പം നിൽക്കല്ലേ, പിന്നെ എങ്ങനെ ആട്ടി ഓടിക്കാനാ? എങ്കിലും പരിസരം മറന്ന് ഞാൻ അവളോട് പറയേണ്ടതൊക്കെ പറഞ്ഞു.